എപ്പിസോഡ് 25 എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ശേഷം പൂജാരി കൊടുത്ത മോതിരങ്ങളുമായി മലയുടെ മുകളിലെ ദേവീക്ഷേത്രത്തിലേക്ക് പാറു മുട്ടുകുത്തി നടന്നു പോവുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയും വേദന സഹിച്ചും പാറു അവസാന ക്ഷേത്രത്തിന്റെ മുകളിൽ പോവുകയും ദേവിയുടെ മുമ്പിൽ മോതിരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് പാലസിലേക്ക് പോവുകയാണ്. പാലസിൽ വരുന്ന പാറു എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന പാറു എങ്ങനെയെങ്കിലും ഈ മോതിരങ്ങൾ എല്ലാവരെയും കൊണ്ട് ഇടിക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് പാറു. അടുത്ത സീനിൽ എല്ലാവരും രക്ഷസിനെ പേടിക്കേണ്ട, രക്ഷസ് ഒരിക്കലും ഈ പാലസിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു ബാബ വരികയാണ്. ഈ ബാബ ആരാണെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാബ അവരോട് രക്ഷസിന്റെ സാന്നിധ്യം ഈ പാലസിൽ ഉണ്ടെന്നും ഈ കുടുംബത്തിന് ആപത്തായ രക്ഷസ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ബാബയെ കണ്ടിട്ട് ഡൗട്ട് തോന്നുന്ന ശങ്കർ ബാബയുടെ അടുത്ത് പോയിട്ട് ഓരോ വീടുകളിലും പോയി ആളുകളെ പറ്റിച്ച് കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ബാബകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇവരെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശി ശങ്കറിനോട് ബാബയെ പറ്റി അങ്ങനെയൊന്നും പറയരുതെന്നും ഞങ്ങൾക്ക് വിശ്വാസമാണെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ബാബ ശങ്കറിനോട് ഞാൻ ബുൾബുൾ ബാബയാണെന്നും ഞാൻ മുഖം നോക്കി മനസ്സിലുള്ള എല്ലാം പറയുമെന്നും ഞാൻ ആദ്യമായാണ് ഈ ഗ്രാമത്തിൽ വരുന്നതെന്നും ഈ വഴി പോയപ്പോൾ ഈ പാലസിൽ ഒരു രക്ഷസിന്റെ സാന്നിധ്യം ഉള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ബാബ മോതിരം എടുത്ത് എല്ലാവരെയും കാണിച്ചിട്ട് ഈ മോതിരം ഇട്ടാൽ എല്ലാവർക്കും രക്ഷസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ബാബയായി വന്നത് ആരാണെന്ന്. തുടർന്ന് അത് കേൾക്കുന്ന ശങ്കർ ബാബയോട് കാശുണ്ടാക്കാനുള്ള പുതിയ വഴി കൊള്ളാം, ആദ്യം പേടിപ്പിക്കണം, പിന്നീട് ആ പേരും പറഞ്ഞ് മോതിരം വിൽക്കണം, അതല്ലേ ഉദ്ദേശമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബാബ സൗദാമിനിയുടെ കയ്യിൽ മോതിരം കൊടുത്തിട്ട് ഇത് ദൈവത്തിന്റെ ആശീർവാദമാണെന്ന്, ഇതിനൊന്നും ആരും കാശ് വാങ്ങില്ല എന്ന് പറയുമ്പോൾ ശങ്കർ ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനി കയ്യിലിരിക്കുന്ന മോതിരം എടുത്ത് ശങ്കറിന്റെ വിരലിൽ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം എല്ലാവരും മോതിരങ്ങൾ ഇടുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ബാബയായി വന്ന പാറു രക്ഷസിനി കുടുംബത്തിലുള്ളവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന പാറുവിന്റെ വൈപ്പ് മീശ ഇളകുകയാണ്. അത് ശങ്കർ കാണുകയാണ്. ശങ്കർ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന പാറു ധ്യാനത്തിന് സമയമായി പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ആലോചിച്ച് നിൽക്കുന്ന ശങ്കർ ആരോട് ഈ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ആരും കാണാതെ പാറു കിച്ചണിലെ വിൻഡോയിലൂടെ അകത്ത് കയറാൻ നോക്കുകയാണ്. അകത്ത് കയറുന്ന പാറു അവിടെ നിൽക്കുന്ന ശങ്കറിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ശങ്കർ പാറുവിനോട് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് ആലോചിച്ച് വിക്കി ഓരോന്നും പറയുന്ന പാറു യോഗ ചെയ്യുകയായിരുന്നു എന്നും ഇങ്ങനെ യോഗ ചെയ്താൽ മനസ്സിന് ശരീരത്തിന് നല്ലതാണെന്നും പറഞ്ഞ് പാറു അവിടെ നിന്ന് എഴുന്നേറ്റ് യോഗ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശങ്കറിന് കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ പാറു വീഴാൻ തുടങ്ങുന്നത് കാണുന്ന ശങ്കർ പാറുവിനെ വീഴാതെ പിടിക്കുകയാണ്. ശങ്കറും പാറുവും പരസ്പരം നോക്കുകയാണ്. ശങ്കർ പാറുവിന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുന്ന സമയം ശങ്കറിന് കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് കാര്യങ്ങൾ അവ്യക്തമായ രീതിയിൽ കാണാൻ കഴിയുകയാണ്. അതിൽ പാറുവിനെ ശങ്കർ രക്ഷിക്കുന്നതായാണ് ശങ്കർ കാണുന്നത്. അത് കണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത ശങ്കർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുന്ന പാറുവിന് വിഷമം വരികയാണ്. പെട്ടെന്ന് ശങ്കറിന്റെ സ്വഭാവത്തിലെ മാറ്റം കാണുന്ന പാറു ശങ്കറിനോട് എന്താണ് പറ്റിയതെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന ശങ്കർ ചിരിച്ചുകൊണ്ട് പാറുവിനോട് ഇതിനു മുമ്പ് ഞാൻ പാറുവിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന പാറുവിന് കഴിഞ്ഞ ജന്മത്തിൽ ശങ്കർ പാറുവിനെ രക്ഷപ്പെടുത്തിയത് ഓർമ്മ വരുന്ന പാറുവിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നുകയാണ്. ശങ്കറിന് കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് ഓർമ്മ വന്നു എന്ന് അറിയുന്ന പാറു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് ശങ്കറിനോട് വേറെ എന്തൊക്കെ ഓർമ്മ വന്നു എന്ന് ചോദിക്കുകയാണ്. പാറുവിന്റെ സന്തോഷം കാണുന്ന ശങ്കർ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാറു ശങ്കറിനോട് ആദ്യമായി ശങ്കറിന് ചെറിയ ഒരു ഓർമ്മ വന്ന ഈ നിമിഷം, ഈ സ്ഥലം, ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ പാറു ശങ്കറിനെ നിർബന്ധിച്ച് ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. അവസാനം പാറു നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ശങ്കർ സമ്മതിക്കുകയും പാറു ശങ്കറുമായി ഒരു സെൽഫി എടുക്കുകയുമാണ്. ഈ സമയം അവിടെ അടുത്തായി മറിഞ്ഞു നിൽക്കുകയാണ് മൻമോഹനും മോഹിനിയും. മൻമോഹന്റെ ബുദ്ധിമുട്ടും വിഷമവും കാണുന്ന മോഹിനിയുടെ നഖം കൊണ്ട് മൻമോഹന്റെ വിരൽ മുറിച്ചു കളയുകയാണ്. വേദന കൊണ്ട് മൻമോഹൻ വിളിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന മോഹിനി തന്റെ മാന്ത്രിക മുടി കൊണ്ട് മൻമോഹന്റെ വാ അടയ്ക്കുകയാണ്. നിങ്ങൾ ദേഷ്യത്തോടെ പാറുവിനോട് പാറുവിന്റെ ഫോണിൽ എടുത്ത ഫോട്ടോ മായാജാലത്തിൽ പ്രിന്റ് ആയി എല്ലാവരുടെ മുമ്പിൽ വന്നതാണോ എന്ന് ചോദിച്ച് ശങ്കർ ആ ഫോട്ടോ പീസായി കീറി കളഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതെല്ലാം കാണുന്ന പാറു വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തറയിൽ കിടക്കുന്ന ഫോട്ടോയുടെ പീസ് എല്ലാം എടുക്കുകയാണ്. ഈ സമയം ദേഷ്യത്തോടെ പോകുന്ന ശങ്കർ പാറു എപ്പോഴും എന്നോട് നാഗത്തെയും നാഗകനിയുടെയും ജന്മജന്മാന്തര സ്നേഹത്തെയും പറ്റി പറയുന്നത് എന്തിനാണെന്ന് പറയുന്ന സമയം ശങ്കറിന് കഴിഞ്ഞ ജന്മത്തെ ചില കാര്യങ്ങൾ അവ്യക്തമായി ഓർമ്മ വരികയാണ്. പാറുവിനെ രക്ഷസിൽ നിന്ന് ശങ്കറിനെയും കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡിൽ നേരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.